മകരവിളക്ക് അടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്നലെ 98,475 പേരാണ് ദർശനം നടത്തിയത്. ഇന്നും സമാനമായിട്ടുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ തിരക്ക്, ഇതുവരേക്കുമുള്ള ഏറ്റവും വലിയ തിരക്ക് ഇന്നലെയാണ് അനുഭവപ്പെട്ടത്. 98,000-ലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ തീർത്ഥാടകർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പമ്പയിൽ 10 സെഗ്മെന്റുകളായിട്ടാണ് തരംതിരിക്കാനുള്ള 6 സെഗ്മെന്റ് വരെ ഇതുവരെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പയിൽ നിന്നും 10-15 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇനി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ നിര ഇപ്പോൾ മരക്കൂട്ടവും പിന്നിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ ഈ തിരക്ക് കൂടുതൽ തുടർന്നു കഴിഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്താൻ നിലവിലെ സാഹചര്യത്തിൽ 7-8 മണിക്കൂർ ഭക്തർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദർശനത്തിന് സുഗമമായ സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേരുവാൻ സമയമെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിലും ഈ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി മകരവിളക്കിനോട് വളരെ കുറച്ച് ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തങ്ങി പർണശാല കെട്ടി തമ്പടിച്ച് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ട അത്രയും വലിയ ഒരു തീർത്ഥാടക ഒഴുക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. എന്നാലും ഇവിടെ ഇപ്പോൾ മണിക്കൂറിൽ 4,000-5,000 തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തെത്തുമ്പോൾ 18-ാം പടിയിൽ 1 മിനിറ്റിൽ 70-80 ഇടയിൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നതാണ് പോലീസിന്റെ കണക്ക്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തുന്നവർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെ തിരക്ക് അത് വലിയ തോതിൽ തന്നെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും വലിയ നിയന്ത്രണങ്ങൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.